മലപ്പുറം കരുവാരക്കുണ്ടിൽ കാണാതായ 14-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. വാണിയമ്പലം തുടിക്കപ്പലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെയാണ് പെൺകുട്ടിയെ കാണാതായത്. ഈ സംഭവ സ്ഥലത്ത് നിന്നും ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന്. അപ്പോൾ അവരങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണ് ജംഷീർ? അജി, മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നതിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഒരു കൊലപാതകമാണ് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പോലീസ് ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു റെയിൽവേ ട്രാക്ക് കുറച്ചപ്പുറമാണ്. റെയിൽവേ ട്രാക്കിനപ്പുറത്തുള്ള ഒരു കുറ്റിക്കാട് പോലെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്താണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ കൂടെ ഉണ്ടായിരുന്ന, അതായത് ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ സുഹൃത്തിനെ പോലീസ് ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ സുഹൃത്ത് പറഞ്ഞത് പ്രകാരം ഇവിടെ വരെ അവർ ഒരുമിച്ച് വന്നു. ഇവിടെ നിന്ന് പെൺകുട്ടിയെ കാണാതെ, അതായത് ഇതൊരു റെയിൽവേ ട്രാക്കിന് സമീപമാണ്. ഇതിന് കുറച്ചപ്പുറത്തേക്ക് ഒരു 10 മീറ്ററോളം അപ്പുറത്തേക്ക് റെയിൽവേ ട്രാക്കാണ്. ആ റെയിൽവേ ട്രാക്കിന് സമീപത്താണ് ഇത്. ട്രെയിൻ വരുന്നതിനിടെ ഈ പയ്യൻ ട്രാക്കിനപ്പുറത്തേക്കും ഈ പെൺകുട്ടി ഇപ്പുറത്തേക്കും പോയി. അതിനുശേഷം പിന്നീട് കണ്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇന്ന് പോലീസുമായി പയ്യനുമായി പോലീസ് ഇവിടെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുറ്റിക്കാടിനകത്ത് ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്, ആളുകളൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. അവിടെ വെച്ച് ഇങ്ങനെ ആളുകൾ കണ്ടെത്തിയതെന്നുള്ള. ഇപ്പം ഈ പ്രദേശത്തെ ആളുകൾ തന്നെ നമ്മളൊപ്പം ചേരുകയാണ്. ഇന്നലെ ഇവിടേക്ക് തെരഞ്ഞിരുന്നതാണല്ലോ. ഇന്നലെ ഈ ഭാഗത്താണ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഇന്നലെ തെരഞ്ഞിട്ടുള്ളൂ. ഇന്നലെ കരുവാരക്കുണ്ട് പോലീസ് അവിടെ വന്നപ്പോൾ ആ പോലീസിന്റെ കൂടെ നമ്മൾ തരാൻ കൂടി. അപ്പോൾ പോലീസ് ലൊക്കേഷൻ ട്രാക്ക് ലൊക്കേഷൻ നോക്കുമ്പോൾ 600 മീറ്ററിനുള്ളിൽ ആ ലൊക്കേഷൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കറിയുന്ന ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ പോലീസും കൂടെ ചേർന്നിട്ടാണ് തെരഞ്ഞത്. പക്ഷെ ഞങ്ങൾ ആ ഭാഗങ്ങൾ ഏകദേശം തെരഞ്ഞു കഴിഞ്ഞ് പോലീസുകാരോടൊന്ന് പോയി. അപ്പോഴാണ് അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് അവിടുത്തെ ഒരാൾ വന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു പയ്യൻ അവിടെ വന്നിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, അവന്റെ കടയുടെ ഓണർ തൊടികപ്പലം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ആക്കിയതാണ്, അവന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് സ്റ്റേഷൻ മാഷ് 10 രൂപയും കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തൊരു സംശയം, പോലീസ് അങ്ങോട്ട് ഓടിയതാണെന്നും പറഞ്ഞു, പേടിയായിട്ട് പോകുന്നതാണെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തൊരു സംശയം കൂടിയപ്പോഴാണ് പിന്നെ ആ നമ്പർ വാങ്ങിയിട്ട് നമ്മൾ കരുവാരക്കുണ്ട് പോലീസിന് ആ നമ്പർ കൈമാറിയത്. എന്റെ പേര് മുർഷിദ്. ഈ പ്രദേശത്ത്? അതെ, ഈ പ്രദേശത്തിലാണ്. തീർച്ചയായിട്ടും ഇന്നലെ സ്കൂളിലേക്ക് പോകുന്നതാണ് പെൺകുട്ടി. അതിനുശേഷമാണ് പിന്നെ ഈ കുട്ടിയെ കാണാതെയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളിലെ SMC ചെയർമാൻ തന്നെ ഇപ്പോൾ നമ്മുടെ എന്തായിരുന്നു പേരെന്തായിരുന്നു? സ്കൂൾ SMC ചെയർമാൻ. ഇന്നലെ സ്കൂളിലേക്ക് വന്നതാണ് കുട്ടിയല്ലേ? ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ സ്കൂളിനകത്തേക്ക് എത്തിയിട്ടില്ല, കോമ്പൗണ്ടിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആബ്സെന്റ് ആണ് കുട്ടി. സ്കൂളിൽ ക്ലാസ്സിലൊന്നും കയറിയിട്ടില്ല. വൈകുന്നേരമാണോ കുട്ടിയെ കാണാതായത് നമ്മൾ അറിയുന്നില്ല? അതെ, ഒരു 6:30 മണിയോടുകൂടിയൊക്കെ കുട്ടി ഈ രക്ഷിതാവിന് വിളിച്ചു, കുട്ടി അമ്മയ്ക്ക് വിളിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഇവിടെ ഏത് ഭാഗത്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി കൃത്യമായിട്ട് എവിടെയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ ടവർ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോലീസുകാർ ഇവിടെ ഈ ഏരിയ ആണെന്ന് കണ്ടെത്തിയത്. ഇവിടുന്നാണ് വൈകുന്നേരം വിളിച്ചിട്ടുള്ളത്? അതെ, ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്നാണ് വിളിച്ചതെന്നാണ്. എന്ത് പറഞ്ഞിട്ട് അമ്മയെ വിളിച്ചതെന്ന് പറഞ്ഞിരുന്നു? കുട്ടിയോട് എന്താണ്, എങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് കുട്ടിയൊന്നും പറയുന്നില്ല. ഞാനിപ്പോ വരും, അധികം വൈകാതെ എത്തും എന്നുള്ള രൂപത്തിലുള്ള മറുപടിയാണ് കൊടുത്തത്. അപ്പൊ ഈ മറ്റൊരു കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ കുട്ടിയുള്ളതായിട്ട് അറിവുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ അതായത് ഒരു ആൺസുഹൃത്ത് ഉണ്ട് എന്നുള്ളത് ഇവർക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇതിനു മുമ്പും ഇതേപോലൊരു ഇഷ്യൂ ഈ കുട്ടിയുമായി ചേർത്ത് വന്ന് പോലീസിന്റെ ഇടയിലേക്ക് എത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്കൊരു സംശയം തോന്നിയതിന്റെ പേരിലാണ് ഈ കുട്ടിയുടെ വീട്ടിൽ പോവുകയും ചെന്ന് നോക്കുമ്പോൾ കുട്ടി അവിടെ ഉണ്ട്, കുട്ടി ആൺസുഹൃത്ത് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടായിരുന്നു? അതറിയാൻ പറ്റിയില്ല. കുട്ടി രക്ഷിതാവ് പറയുന്ന കുട്ടി അവർക്ക് ഫോണില്ല എന്നുള്ളതാണ്. വേറെ ആളുടെ ഫോൺ വേറെ ഒരു നമ്പറാണ് എന്നാണ് പറയുന്നത്. ആ നമ്പർ ട്രേസ് ചെയ്താണ് പോലീസ് ഇങ്ങോട്ട് ഈ ഏരിയയിലേക്ക് എത്തുന്നത്. ആ പയ്യൻ കൂടെ ഉണ്ടായിരുന്നു? എങ്ങനെ ഇന്നാണ് പോലീസിന്റെ കൂടെ വരുന്നത്. ഇന്നലെ ഈ ഭാഗത്തേക്ക് പോലീസിന്റെ കൂടെ പയ്യനെ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് വന്നെന്നാണ് പറയുന്നത്. അതെ, അവര് റെയിൽവേ ട്രാക്ക് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞത് റെയിൽവേ ട്രാക്കിലൂടെ ഈ ഭാഗം വരെ നടന്നു പോന്നിട്ടുണ്ട്. പിന്നെ അവൻ പലതരത്തിലുള്ള കഥകൾ മെനഞ്ഞിട്ടുണ്ട്, പലതരത്തിലുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ റെയിൽവേ ട്രാക്കിലൂടെ ഞങ്ങൾ രണ്ടുപേരും നടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ കുട്ടിയെ ഒരു ട്രെയിൻ വരികയും 2 സൈഡിലേക്കായി ഞങ്ങൾ മാറുകയും ആ ഒരു സൈഡിൽ നിന്ന് കുട്ടി മാറുകയും ചെയ്തു. ഏതായാലും